Hello everyone, Assalamu alaikum, good morning, hope you are doing well, get Ami here. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിൻ്റെ മുന്നിൽ നമ്മൾ ഷെയിം ആവൽ. ഇന്ന് നിരന്തരം ഈ ഒരു വാക്ക് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നല്ലേ. പബ്ലിസിറ്റിൻ്റെ മുന്നിൽ നമ്മളൊരു ഷെയിം ആകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് എന്തൊക്കെയായി പോകുന്നുണ്ടല്ലേ. അതായത് നമ്മളെക്കുറിച്ചിട്ട് പല രീതിയിലും പ്രചരണം നടത്തൽ, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ്, എന്നിട്ടത് നമ്മൾ അത്രയും ടീം മെമ്പേഴ്സിൻ്റെ മുന്നിലേക്ക് അത് വീഡിയോ പകർത്തി കൊടുക്കൽ, അതുപോലെ നമ്മളറിയാത്ത പല രീതിയിലും പല കാരണത്താലും അവർ നമ്മളെ രീതിയിൽ വിമർശനം നടത്തിക്കൊണ്ടേയിരിക്കൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലേ. നമ്മളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ, ഇങ്ങനെ ചെയ്യുന്ന ടീം മെമ്പേഴ്സോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ആരാണെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മളെന്ന വ്യക്തി അത്രയും പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കാനുണ്ട്. എന്നിട്ട് മാത്രമേ അത് പബ്ലിസിറ്റിൻ്റെ മുന്നിൽ നമ്മളത് ആ ഒരു കാര്യം പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. ഈ ഒരു കാര്യം പ്രചരിപ്പിക്കുന്ന സമയത്ത് തകർച്ചയിലാകുന്ന എന്തൊക്കെ കാരണങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഒരു ഫാമിലി തകരും അല്ലേ. അത്രയും സ്നേഹിച്ച് അത്രയും വളർത്തി അത്രയും വലുതാക്കിയ ഒരു കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് പോയ ആ ഒരു ആരായിക്കോട്ടെ, ആ ഒരു അച്ഛനും അമ്മയും നല്ല രീതിയിൽ വളർത്തിയെടുത്ത ആ ഒരു വ്യക്തിയായിരിക്കും. അവരെന്തെങ്കിലും ഒരു സ്വപ്നങ്ങളുണ്ടാവും. എൻ്റെ മകനിൽ നിന്ന്, എൻ്റെ മകളിൽ നിന്നാണ് എനിക്കെല്ലാം കിട്ടേണ്ടത്. ആ മകനായിക്കോട്ടെ ആ മകളിൽ നിന്നായിക്കോട്ടെ പ്രതീക്ഷ അർപ്പിച്ചിട്ടായിരിക്കും ഓരോ മാതാപിതാക്കളിൽ നിന്ന് കടന്നുറങ്ങുന്നുണ്ടാവല്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഓരോ വ്യക്തിയെ തകർച്ചയിലാക്കുന്ന സമയത്ത് നമ്മളും ചിന്തിക്കണം, നമുക്കും ഒരു കാലം വരാനുണ്ട്. ആ സമയം നമ്മളായിട്ട് കാത്തിരിക്കണം. ഒരു വ്യക്തിയെ പബ്ലിസിറ്റിൻ്റെ മുന്നിൽ ഷെയിമാക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നാളേക്കായി നമ്മളും കാത്തിരിക്കണം. നമ്മൾക്കൊരു സമയം വരാനുണ്ട്. ഇതേ ഒരു കാത്തിരിപ്പ്. ഇന്ന് ഓരോ കുടുംബവും ഇതിൻ്റെ പേരിൽ കണ്ണീരെടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളും പ്രതീക്ഷിക്കേണ്ടതാണ്, എല്ലാം കാണുന്ന പടച്ചോൻ കൂടെയുണ്ട്, എല്ലാം കാണുന്ന പടച്ച തമ്പുരാൻ കൂടെയുണ്ട്. ഒരു കുടുംബം തകർച്ചയിലാക്കിയിട്ട് ഒരു കണ്ണീരെടുത്തിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും നല്ല ലെവലിലേക്ക് പോകുന്നതല്ലായിരിക്കാം. അതുകൊണ്ട് ഏതൊരു വ്യക്തിയെയും നമ്മൾ ഷെയിമാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നാളെ എനിക്കും അത് സംഭവിക്കാം. അതുകൊണ്ട് ടീം മെമ്പേഴ്സ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കാനുണ്ട്. ആദ്യം നമ്മൾ എത്രമാത്രം പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ ഏതൊരു വ്യക്തിൻ്റെ മുന്നിലും പബ്ലിസിറ്റിൻ്റെ മുന്നിലും നമ്മൾ തരം താഴ്ത്തിയിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. നമ്മൾക്ക് നമ്മളതായ പെർഫെക്റ്റ് ഉണ്ട്, നമുക്ക് നമ്മളതായ ഡീസൻ്റ് ഉണ്ട്, നമുക്ക് നമ്മളതായ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരാളെ മുന്നിലും തകരാർ ചെയ്യലല്ല നമ്മൾ പോകേണ്ടത്. അത് ജീവിച്ച് അത് പൊരുതിയിട്ടാണ് നമ്മൾ ഓരോ മനുഷ്യരും മുന്നോട്ടേക്ക് പോകേണ്ടത്. അത് പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണം. അല്ലെങ്കിൽ നമ്മളെ ചവിട്ടി താഴ്ത്തി നമ്മളെ ഒന്നുമില്ലാത്ത ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, ഇറ്റ്സ് മീ ഗേറ്റ് ആമി ടോക്ക്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. താങ്ക് യു, ബൈ.